ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തപസ് കാലത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ഈ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതിൽ ഒതുങ്ങാതെ ശത്രുവിനെ കൂടി സ്നേഹിക്കുക എന്നതിലേക്ക് എത്തുമ്പോൾ മാത്രമേ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഭയങ്കരമായ ഒരു ചലഞ്ചിങ് വചനം നമ്മൾ ഉപയോഗിക്കുക. നിങ്ങളിങ്ങനെ പരിപൂർണതയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗസ്നായ പിതാവ് പരിപൂർണനാണ് അതുപോലെ ആകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രമേ ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരെയും സ്നേഹിക്കുക. നിങ്ങൾ അഭിവാദനം ചെയ്യുന്നവരെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്യുകയാണെങ്കിൽ വിശേഷ വിധിയായിട്ട് അതിന് എന്താ ഉള്ളത്? അതിങ്ങനെ ഈശോ അതിൽ വ്യത്യസ്തരായി ജീവിക്കാണ്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. വിജാതീയരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? നിങ്ങളെ സ്നേഹിച്ചവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത്? പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാത്തവരെ നിങ്ങൾ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത, നമ്മളോട് വലിയ സ്നേഹമൊന്നും പുലർത്താത്ത ആൾക്കാരോടും കാരുണ്യ പ്രവർത്തിയിൽ ഏർപ്പെടുന്ന കാര്യമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാം. പക്ഷെ അതല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. ഈശോ അതിനെക്കാളും ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ സ്നേഹിക്കാത്തവരെന്ന് പറയുമ്പോൾ നിങ്ങളെ ദ്രോഹിക്കുന്നവരെ കൂടി നിങ്ങൾ എങ്ങനെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റും. സത്യത്തിൽ ഈ വചനഭാവം ഇന്നത്തെ ഈ വചനഭാവം എടുത്തു വെച്ചിട്ട് കുറച്ചധികം നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു. കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളും, നമുക്ക് എല്ലാവർക്കും കുറെ ശത്രുക്കളുണ്ട്. നമ്മളെ അതിക്രൂരമായ രീതിയിൽ അവഹേളിച്ചിട്ടുള്ളവരുണ്ട്, നമ്മളെ നിന്ദിച്ചവരുണ്ട്, നമ്മളെ ദ്രോഹിച്ചവരുണ്ട്, വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ ദ്രോഹിച്ചവരുണ്ട്. നമുക്കങ്ങനെ ഈ ക്ഷമിക്കുക, പൊറുക്കുക, അതിനപ്പുറം മറക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നു, ഈ ദൈവത്തിനൊത്തവരായി മാറാൻ, ദൈവത്തെ പോലെയായി മാറാൻ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കുറെ കൂടി എളുപ്പമുള്ളതാണ്. ഈ ഒരു കാര്യമാണ് ഏറ്റവും ഡിഫിക്കൽട്ട്, ഏറ്റവും പ്രയാസമേറിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയുന്നുണ്ടെങ്കിലും, ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ശരിവെക്കും. നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേക്കും മറ്റു പല കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും, മറ്റു പലതും നമുക്ക് ഒത്തുപോകാൻ പറ്റും. ഈശോ പറയുന്ന കാര്യം ഒത്തുപോകാൻ പറ്റും. പക്ഷെ ഇത് അങ്ങോട്ട് നമുക്ക് ഒത്തുപോകാനായിട്ട് നമുക്ക് ഭയങ്കര പാടാണ്. സത്യത്തിൽ ഈ തപസ്സാചരണത്തിൽ ഈ ഒരു സുവിശേഷ ഭാഗം എത്തുമ്പോഴത്തേക്ക് അതിങ്ങനെ ആ ഭാഗം എത്തല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കാരണം മറ്റു പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഒരു ദിവസം നമുക്ക് പകർത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുന്നതിനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് അനുഭവപ്പെടാറില്ല. പക്ഷെ ഈ ഒരു ഭാഗം ഭയങ്കര ചലഞ്ചിങ്ങാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാര്യം നമ്മൾ ഈ ഈശോയുടെ വചനത്തെ ഗൗരവപൂർവ്വം എടുക്കുന്നവർക്ക് ചലഞ്ചിങ്ങാണ്. ഗൗരവപൂർവ്വം എടുക്കുന്നില്ല, നമ്മൾ കേട്ടു, ഇന്നത്തെ സുവിശേഷം കൊള്ളാം, നാളെ വേറൊരു സുവിശേഷം വരും, അതും കൊള്ളാം, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് വലിയ പാടൊന്നും കാണത്തില്ല. പക്ഷെ ഈ സുവിശേഷത്തെ സീരിയസ് ആയിട്ടൊക്കെ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു ജീവിതമാണ് നമ്മളുടെങ്കിൽ ചലഞ്ചിങ്ങാണ്, ഒത്തിരി പാടാണ്. കാര്യം ഈ ശത്രുക്കളെ സ്നേഹിക്കാന്നൊക്കെ പറയുന്നത്, നമ്മളിങ്ങനെ ദ്രോഹിച്ചവരുണ്ട്, ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇനിയും ദ്രോഹിക്കുന്ന ഉറപ്പുള്ളവരുണ്ട്. ഇവരൊക്കെ എങ്ങനെ സ്നേഹിക്കാനാ? നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമായത്. എനിക്ക് തോന്നുന്നു ഈശോയുടെ കുരിശിൽ കിടന്നുള്ള വരികളാണ് നമ്മൾ ഇതിനകത്ത് കൂട്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്, ഇതിനകത്ത് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ളത്. ലൂക്ക 2:3-4 23-ാം അധ്യായം 34-ാം വാക്യം ഇങ്ങനെയാണ്. ഇവർ ചെയ്യുന്നത് എന്താണ് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ഈശോ കുരിശിൽ കിടന്നിട്ട് പറയുന്ന വാക്യം ഇങ്ങനെയാണ്. ഈശോ പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണ് അവർ അറിയുന്നില്ല. അവരുടെ അജ്ഞത. നമ്മളിങ്ങനെ പാപത്തെയൊക്കെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്ക് പാപത്തിന്റെ കാരണങ്ങളായിട്ട് പറയുന്നൊരു പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ്. 1 അജ്ഞത, 2 അഹന്ത, 3 ആർത്തി. ആർത്തി ഒരു ബാർ ഇട്ടിട്ട് ആസക്തി എന്നും പറയാം. ആർത്തി ബാർ, ആസക്തി ബാർ, അഴിമതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊറ്റ കാറ്റഗറിയാണ്. 1 അഹന്തയാണ്, ആദ്യത്തെ അറിവില്ലായ്മയാണ്. 2 അഹന്തയാണ്. 3 അശ്രദ്ധ എന്നും പറയാറുണ്ട്. അശ്രദ്ധ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി അതിൻ്റെ ആർത്തി എന്നൊക്കെ പറയുന്നൊരു കാര്യം കൂടെ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഞാനിങ്ങനെ എന്നെ ദ്രോഹിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമ്മളോർക്ക് നമ്മുടെ ടെൻഷൻ വർദ്ധിപ്പിക്കുക, നമ്മളിങ്ങനെ ഒരുപാട് മാനസിക സമ്മർദ്ദമൊക്കെ തന്നിട്ട് നമ്മളെ രോഗിയാക്കി തീർക്കുന്ന രീതിയിൽ ദ്രോഹിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ രോഗിയാക്കി ദ്രോഹിക്കുന്ന മനുഷ്യരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ അത് വ്യത്യസ്ത തുറകളിലുണ്ട്. ഒരു അച്ഛൻ എന്ന രീതിയിൽ ഒരു ഇടവയിലിരിക്കുമ്പോഴത്തേക്ക്
ഇങ്ങനെ ഒരു ഒരു വലിയ സമൂഹമൊക്കെ തിരിഞ്ഞു നിൽക്കുന്ന എന്താ കാണുന്നത് ചോദിച്ചാൽ എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. അവർ ചെയ്തിട്ടുള്ള ചില അഴിമതികളെ വിലക്കിയതിന്റെ പേരിൽ അത് ഈ ജനത്തിന്റെ ഭാഗത്ത് മാത്രമല്ല, സമർപ്പികളുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വലിയ ശത്രുതയോടുകൂടി അവർ കാണുകയും നമ്മളെ ദ്രോഹിക്കാനും കൊന്നു കളയാൻ പറ്റുമെങ്കിൽ അത് ചെയ്യൂ, അങ്ങനെ അത്രയും എക്സ്ട്രീം ആയിട്ടൊക്കെ ചിന്തിച്ച് നമ്മുടെ പുറകെ നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ദ്രോഹത്തോടുകൂടി ശത്രുതയോടുകൂടി നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഓർക്കുന്നൊരു കാര്യം ഇതാണ്, അത് അയാളുടെ ആർത്തിയാണ്, അയാളുടെ അഴിമതിയാണ്, അയാളുടെ അനീതിയാണ്. അതിന് ഞാൻ ഒപ്പോസ് ചെയ്തപ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ശത്രുത എന്ന രീതിയിലാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യേശു നമ്മളോട് പറയുകയാണ്, ഒന്ന് മാറി ചിന്തിച്ചൂടെ, അവന്റെ അജ്ഞതയാ, അവന്റെ അറിവില്ലായ്മയാ, അറിവില്ലാത്തൊരുത്തന്റെ ഈ കാട്ടിക്കൂട്ടലുകൾ ആയിട്ട് അതിനെ കണ്ടിട്ട് അതിനെ പൊറുക്കാൻ ശ്രമിക്കും, മറക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചു പറയാം, അവന്റെ അറിവില്ലായ്മയിൽ അവന് ബോധം കൊടുക്കണേ. അവന് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരാളെ ശത്രുവായി കണ്ടിട്ട് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവന്റെ ആർത്തിയുടെ പേരിലാണ്. അവന്റെ ആർത്തിയുടെ പേരിൽ അവന്റെ അഴിമതി കാണിച്ചു കൂട്ടുമ്പോൾ അവന്റെ കണ്ണടഞ്ഞു പോയിട്ട് അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ സത്യത്തിൽ അതിനെ ഈശോ വിളിക്കുന്ന പേര് അറിവില്ലായ്മ എന്ന, അജ്ഞത എന്ന. ശ്രമിക്കാം, നമുക്ക്, ഞാൻ ശ്രമിക്കുന്നു, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ശ്രമിക്കാം. അതായത് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അയാളുടെ അറിവില്ലായ്മയുടെ കുഴി കിടന്നിട്ടാണ് അയാൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പൊറുക്കാനായിട്ടുള്ള കൃപ തരണമേ. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. അധികം പറഞ്ഞു പോകാനായിട്ട് പറ്റുന്നില്ല, കാരണം അങ്ങനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ട് ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ വായിച്ചൊക്കെ നോക്കിയിട്ടും അധികം കാര്യങ്ങളൊന്നും പിടികിട്ടിയിട്ടില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളിങ്ങനെ ദിവസവും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആശയപരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പോകാൻ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇന്നേ ദിവസം അവരെ സമർപ്പിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്താണ് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണേ. ഇവരുടെ അറിവില്ലായ്മയാണെങ്കിൽ ഇവർക്ക് അറിവ് കൊടുക്കണമേ, ഇവരുടെ കണ്ണ് തുറക്കണമേ. എന്തൊക്കെ കൊണ്ടാണ് അവരുടെ കണ്ണ് മൂടിപ്പോയിരിക്കുന്നത് അതെല്ലാം എടുത്തു മാറ്റിയിട്ട് അവർക്ക് കാഴ്ച പകരണമേ. അങ്ങനെ ഒരു കാഴ്ചയും അറിവും ജ്ഞാനവും ഒക്കെ കിട്ടുന്നു. അവരുടെ അറിവില്ലായ്മ മാറുമ്പോഴത്തേക്ക് അവരിനകത്ത് പിന്മാറാനുള്ള കൃപ നൽകണമേ. നമ്മൾ ചിന്തിക്കേണ്ടത്. തിരിച്ചും ചിന്തിക്കാം, നമ്മുടെ അറിവില്ലായ്മകളും നമ്മുടെ അനീതിയൊക്കെ കൊണ്ടും ആരെങ്കിലുമൊക്കെ ദ്രോഹിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു കൃപ കൂടി നമുക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.